നോർമലി ഫേസ്ബുക്ക് കൂട്ടായ്മ തുടങ്ങുമ്പോൾ പലതും പല വഴിക്ക് ചെന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ മൂവി, ഞങ്ങളുടെ കൂട്ടായ്മ ഇങ്ങനെ വന്നെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രജൻ കൃഷ്ണ എന്ന് പറഞ്ഞ എന്റെ രജൻ ഭായ. ഡയറക്ടർ സാർ പറയുന്ന അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. എല്ലാത്തിനും ഫുൾ മാർക്ക് തരൂല്ല നമുക്ക്. എത്ര മനോഹരമായിട്ട് നമ്മൾ ചെയ്താലും ചൂടൊക്കെ ഓൾറെഡി ആ ടീച്ചറെ ആ ഒരു ക്യാരക്ടറാണ്. ഒരു സ്ത്രീയുടെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് മെയിനായിട്ട് വരുന്നത്. അത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അതിന്റെ ലെവൽസ് മാറിക്കൊണ്ടേയിരിക്കും. ആദ്യത്തെ സിനിമയായതുകൊണ്ട് അല്പം സേഫ് സോണിൽ നിന്ന് തന്നെ കളിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നിലവിൽ നമുക്ക് തിയേറ്ററിലായാലും OTT ആയാലും വളരെ മാർക്കറ്റുള്ളൊരു ജോണറാണ് ഇൻവെസ്റ്റിഗേഷൻ. 95 ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയിട്ടുള്ള അന്ന് അതിൽ നടന്നിട്ടില്ല. അന്ന് പിള്ളേര് ഫ്രണ്ട്സ് എല്ലാം കളിയാക്കുമ്പോ അതിനകത്തൊരു കാല് കാണുന്ന എന്റെ അന്ന് പറഞ്ഞ് തടി കൂരിയിട്ട് അപ്പൊ സാധാരണ പറയല്ല. അപ്പൊ അതാരുടെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ കാലെന്റെ ആയിരുന്നു. അത് സുരേഷ് ഗോപിയുടെ കർമ്മ എന്ന് പറഞ്ഞ ഫിലിമാണ്. അല്ല, അതില് സുരേഷ് ഗോപിയുടെ കുട്ടിക്കാലം കാണിക്കുന്നു പറഞ്ഞാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് ഷൂട്ട് കണ്ടിട്ട് തിരിച്ചു വരാനേ പറ്റുള്ളൂ. ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പഴുത് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഡയറക്ടറും ഹീറോയും ഹീറോയിനാണ്. അപ്പൊ വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമുക്ക് പഴുത് എന്ന സിനിമയിലേക്ക് കടക്കുന്ന മുന്നേ ആദ്യം തന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പൊ സാറ് ഈ സിനിമയുടെ ഡയറക്ടറും കൂടിയാണ്. അപ്പൊ എന്താ സ്റ്റാലിൻ അലക്സാണ്ടർ അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വന്ന് എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? ഞങ്ങളുടെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലാണ് ഞങ്ങളുടെ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1 ഇയറിന് മുമ്പ് തുടങ്ങിയ ആലോചന ഇപ്പോ അത് പൂർത്തീകരിച്ച് ജനുവരി മാസം തിയേറ്ററിൽ റിലീസ് ചെയ്യാനായിട്ട് കാത്തു നിൽക്കുകയാണ് ഞങ്ങള്. അപ്പൊ ഇവർ രണ്ടുപേരും നീള ആൻഡ് രജൻ, അതെ, ഇവർ രണ്ടും നമ്മുടെ ഹീറോ ഹീറോയിൻ അല്ല, ബാക്ക് ബോൺ ഓഫ് പഴുത് എന്നൊക്കെ നമുക്ക് പറയാം. മെയിൻ ബോൺ ഓഫ് പഴുതല്ലേ രണ്ടുപേരും. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്? ഞാൻ വന്നത് അത് തികച്ചും ആകസ്മികം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എനിക്ക് പരിചയമുള്ള ഒരാള് വഴി ഈ ഫിലിമിനെ കുറിച്ച് അറിയുകയും അങ്ങനെ അവരെന്നെ കാണാൻ വരികയും അങ്ങനെ അത് സെലക്ട് ആവുകയാണ് ചെയ്യുന്നത്. രജന എങ്ങനെ വന്നു? സ്റ്റാലിൻ സാർ പറഞ്ഞ കണക്ക് തന്നെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ കൂട്ടായ്മയിൽ നിന്നും എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇതിനകത്ത് എൻ്റർ ആകുന്നത്. അപ്പൊ ഈ പൊതുവെ ഫേസ്ബുക്ക് എന്നൊക്കെ പറയുമ്പോ നമ്മള് കൂടുതലും കേട്ടേക്കുന്നത് നെഗറ്റീവ്സ് ആണ് അല്ലെ? അവിടുന്ന് ഒരു പോസിറ്റീവായിട്ട് ഒരു സിനിമ. നോർമലി ഫേസ്ബുക്ക് കൂട്ടായ്മ തുടങ്ങുമ്പോൾ പലതും പല വഴിക്ക് ചെന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ മൂവി, ഞങ്ങളുടെ കൂട്ടായ്മ ഇങ്ങനെ വന്നെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രജൻ കൃഷ്ണ എന്ന് പറഞ്ഞ എന്റെ രജൻ ഭായ. ഇദ്ദേഹം തന്ന ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലുതാണ്. പല ക്രൈസിസ് വരുമ്പോഴും കുഴപ്പമില്ല, എല്ലാം ശരിയാവും. ഈ ക്രൈസിസ് എല്ലാം നല്ലൊരു വിജയത്തിനുള്ള ചവിട്ടുപടിയായി കണ്ടാൽ മതി എന്ന് പറഞ്ഞ് എന്നെ പുറകെ കിടന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു നായകനാണ് എൻ്റെ ഉള്ളത്. അപ്പൊ അദ്ദേഹമാണ് സത്യം പറഞ്ഞാൽ ഞാൻ പല ഘട്ടങ്ങളിലും തകർന്നു പോകുന്ന അല്ലെങ്കിൽ തകർന്നു പോകുന്ന അവസരങ്ങളിൽ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നിന്ന് ഈ സിനിമ ഇപ്പൊ ഇവിടെ എത്തിക്കുന്നതിന്റെ മെയിൻ റീസൺ രജൻ കൃഷ്ണ എന്ന നായകൻ. അപ്പൊ ഈ സിനിമയിൽ എങ്ങനെ നായകനായിട്ട് എത്തി, എന്താണ് ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? ഇതില് മെയിൻ ആയിട്ടുള്ള കഥാപാത്രത്തെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാലിൻ സാറ് പറഞ്ഞ കണക്ക് തന്നെ എല്ലാവരുടെയും കണക്ക് വന്നെത്തി കിട്ടു. പിന്നെ അതില് മെയിൻ ഒരു കഥാപാത്രം ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഇതിനകത്ത് പടത്തിൽ എൻ്റർ ആവുന്നത് തന്നെ. പിന്നെ ഈ പറയുന്ന കണക്ക് ഡയറക്ടർ സാർ പറയുന്ന കണക്ക് അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. എല്ലാത്തിനും ഫുൾ മാർക്ക് തരൂല്ല നമുക്ക്. എത്ര മനോഹരമായിട്ട് നമ്മൾ ചെയ്താലും ചൂടൊക്കെ ഓൾറെഡി ആ ടീച്ചറെ ആ ഒരു ക്യാരക്ടറാണ്. പിന്നെ മോശമില്ലാതെ ചെയ്തു എന്ന് തോന്നുന്നു. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. മോശമല്ലെന്നല്ല, നമ്മൾ പലപ്പോഴും
മോഹൻലാലിന്റെ ആക്ടിങ് കണ്ടിട്ട് സൂക്ഷ്മാഭിനയമുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മൾ വിലയിരുത്താറുണ്ട്. ആ തലത്തിലേക്ക് വളർന്നു വരുന്ന ഒരു നായകൻ കൂടിയാണ് രജനി കൃഷ്ണൻ. അത് നിങ്ങൾക്ക് ഇന്റർവൽ ബ്ലോക്ക് സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം. രജനി കൃഷ്ണയുടെ ഒരു സൂക്ഷ്മാഭിനയം വ്യക്തമായി ആ സിനിമയിൽ മാർക്ക് ചെയ്യപ്പെടുന്ന ഒരു ഇന്റർവൽ ബ്ലോക്ക് ഉണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്ന വാക്ക് ശരിയായിരുന്നു നിങ്ങൾ പറയും. തീർച്ചയായും നീലയുടെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? എന്റെ ക്യാരക്ടറിനെ പറ്റി ഒരുപാട് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞു. ക്യാരക്ടർ അതില്ലേ? അങ്ങനെ അതായത് ഒരു സ്ത്രീയുടെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് മെയിൻ ആയിട്ട് വരുന്നത്. അത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അതിന്റെ ലെവൽസ് മാറിക്കൊണ്ടേയിരിക്കും. അതാണ് മെയിൻ. ബാക്കി പേര് പറയാവോ സാറേ? ക്യാരക്ടറിന്റെ നെയിം റിവീൽ ചെയ്യുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ശ്രീലക്ഷ്മി. ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രം, സ്ത്രീ കഥാപാത്രത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ക്രിപ്റ്റാണ് പഴുത്. ഈ പേരിനെ കേൾക്കുമ്പോ പഴുത് എന്ന് പറയുമ്പോ എന്തോ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു ത്രില്ലർ ഒരു മൂഡ് കിട്ടുന്നത് അങ്ങനെ തന്നെയാണോ? ആ ഒരു ജോണറാണ് മൂവി? ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് സിനിമ. അപ്പൊ ഒരു നമ്മൾ പൊതുവെ മലയാളികൾക്കാണെങ്കിലും പൊതുവെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് കഥയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു ആ ഒരു ജോണറിലോട്ട് എങ്ങനെയാണ് എത്തിയത്? ഞങ്ങള് ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഒരു വ്യത്യസ്തമായ സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും, ആദ്യത്തെ സിനിമയായതുകൊണ്ട് അല്പം സേഫ് സോണിൽ നിന്ന് തന്നെ കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നിലവിൽ നമുക്ക് തിയേറ്ററിലായാലും OTT ആയാലും വളരെ മാർക്കറ്റുള്ളൊരു ജോണറാണ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പാതയിലോട്ട് ഞങ്ങൾ പോയത്. ഇപ്പൊ നീലയുടെ ക്യാരക്ടർ പറഞ്ഞപ്പോ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടർ പോലെ പറഞ്ഞല്ലോ. അപ്പൊ അത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഫസ്റ്റ് മൂവിയാണ്, ഡെബ്യൂ മൂവി. ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഫിലിം എന്ന ലെവലിൽ ഡെബ്യൂ ആണ്. അപ്പോ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം ഫിലിം എന്ന ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ കാണും. ലൈക്ക് ഇപ്പോ ഇൻക്ലൂഡിങ് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അത് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്. അതുപോലെ ഇപ്പം സാറിന്റെ ഒക്കെ സപ്പോർട്ട് ഭയങ്കര ഉണ്ടാകട്ടെ. നമ്മൾ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. കാര്യം ഞാൻ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് സ്ക്രിപ്റ്റ് വച്ചിട്ട് അത് പഠിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു 10 ഡൗട്ട് സാറിന് ചോദിച്ചു. ഇത് പറഞ്ഞത് എന്താ സംഭവം, അവരുടെ മാനസികാവസ്ഥ എന്ന് ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. കാരണം ഒരുപാട് ഇമോഷൻസിലൂടെ സക്സീഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ പറയാണ്, ഇപ്പോ നിള കൊടുക്കുന്ന റിയാക്ഷൻ പ്രേക്ഷകൻ ഒരു ചോദ്യം ഒരു പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട്, ആ ചോദ്യത്തിന് ഉത്തരം പ്രേക്ഷകന് കൃത്യമായി കിട്ടരുത്. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ പുള്ളിക്കാരി ഇത് എങ്ങനെ ഞാൻ അത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറയും, നമ്മുടെ ലക്ഷ്യം ഇതാണ്, യെസ് എന്നോ നോ എന്നോ കിട്ടരുത്, പക്ഷെ വെൽ എക്സിക്യൂട്ടഡ്. ആ ഒരു ഷോട്ട് ഞാൻ എപ്പോഴും പറയും, സിനിമ തീർന്നത് മുതൽ പറയുന്ന ഒരു സാധനമാണ്. നിലവിൽ എപ്പോഴും ഞാൻ പറയും, എനിക്ക് അങ്ങനെ ടെൻഷനുള്ള കൂട്ടത്തിലല്ല ഞാൻ. പൊതുവെ വലിയ എല്ലാരും ഭയങ്കര കമ്പനിയായിരുന്നു. വളരെ കൂളാണ്. രജനി കൃഷ്ണൻ കൂളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ടെൻഷൻ ഇല്ലാത്ത. കാരണം എന്റെ ടെൻഷനെ ഫുള്ളും ഹൈഡ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്ന ഒരു കക്ഷിയാണ് രജനി കൃഷ്ണ. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഇന്റർവെല്ലുള്ള ആ സീനൊക്കെ കണ്ടപ്പോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഇതുവരെ കണ്ടില്ല. കണ്ടിട്ടില്ല. ഓ, അപ്പൊ എന്താ ഒരു സ്വയം ആരും അഭിനയിച്ച തിയേറ്ററിലായാലും കാണാനുള്ള ഒരു ശക്തി എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും അപ്പൊ ഒരു ക്യാരക്ടർ ചെയ്യാ, ഡെബ്യൂ മൂവി തന്നെയല്ലേ? അതെ അതെ. അപ്പൊ ആ ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറയുമ്പോ കുറെ പ്രിപ്പറേഷൻ ഒക്കെ എടുക്കണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇതില് പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇപ്പം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്നു ഇങ്ങനൊരു അവസരം. 95 ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയിട്ടുള്ള അന്ന് അതിൽ നടന്നിട്ടില്ല. അന്ന് പിള്ളേര് ഫ്രണ്ട്സ് എല്ലാം കളിയാക്കുമ്പോ അതിനകത്തൊരു കാല് കാണുന്ന എന്റെ അന്ന് പറഞ്ഞ് തടി കൂരിയിട്ട് അപ്പൊ സാധാരണ പറയല്ല. അപ്പൊ അതാരുടെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ കാലെന്റെ ആയിരുന്നു. അത് സുരേഷ് ഗോപിയുടെ കർമ്മ എന്ന് പറയുന്ന ഫിലിമാണ്, ജോമോൻ സംവിധാനം ചെയ്ത. അപ്പൊ അതിന് പോയി ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ്. അല്ല, അതില് സുരേഷ് ഗോപിയുടെ കുട്ടിക്കാലം കാണിക്കുന്നതെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് ഷൂട്ട് കണ്ടിട്ട് തിരിച്ചു വരാനേ പറ്റുള്ളൂ. വരുമ്പം
നമുക്ക് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പടം ഇറങ്ങി പറഞ്ഞ ആ കളിക്കുന്ന കാല് അതിന്റെ കാലാണ്. അങ്ങനെ ഒഴിഞ്ഞു പോയി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു പടത്തില് ദൈവം അനുഗ്രഹിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യമായി അഭിനയിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാല് ഒരു പുതിയ നടൻ ആക്ഷൻ കണ്ടിന്യൂറ്റി കീപ്പ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അതിശയമാണ്. ഈവൻ ഡയറക്ടറായ നമ്മൾ മറന്നുപോയാൽ പോലും കഴിഞ്ഞ ഷോട്ടിൽ പുള്ളിയുടെ കാലും കൈയൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളെക്കാൾ ഓർമ്മശക്തിയുള്ള ഒരാളാണ്. അത് ഭയങ്കര. പിന്നെ ഡയലോഗ് ഒരിക്കൽ കേട്ടാൽ മതി, ഒരിക്കൽ കേട്ടാൽ മതി, പഠിച്ചിട്ടൊന്നും വരില്ല, പക്ഷെ ഒരിക്കൽ പറഞ്ഞു കൊടുത്താൽ പ്രോംപ്റ്റ് ചെയ്യണം. പക്ഷെ ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ ഈ പ്രോംപ്റ്റ് നമ്മൾ തുടങ്ങി കൊടുത്താൽ പിന്നെ ബാക്കിയെല്ലാം പുള്ളി തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതിലും ക്ലിയർ ആയിട്ട് കവർ ചെയ്യും. ഇപ്പൊ ഈ രജൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ അവസരങ്ങൾ കിട്ടി അത് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ സിനിമ എന്ന ആഗ്രഹം കൊണ്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് കിട്ടിയ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സിനിമ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു പഴുതെന്ന സിനിമനെ പറ്റിയിട്ട്? എനിക്കാണെങ്കിൽ ഞാൻ തൊട്ട് മുന്നേ വേറൊരു ഷോർട്ട് ഫിലിം ചെയ്തു. കുറച്ചു നാൾ മുന്നേ കുറെ ഫിലിംസിന്റെ പാട്ടായിട്ട് കുഞ്ഞു കുഞ്ഞു ഫിലിംസ്, ഷോർട്ട് ഫിലിംസ്, ക്യാരക്ടർ അല്ലാതെ പാട്ട് ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ കുറച്ച് എഴുതും. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വർക്ക് എന്താന്ന് ചെറിയ അറിവുണ്ട്, പക്ഷെ എനിക്ക് ഇങ്ങനെ നല്ലൊരു ക്യാരക്ടറായിട്ട് കിട്ടിയപ്പോ അത് ഭയങ്കര ലക്കായിരുന്നു. കാര്യം ഞാൻ കേട്ടെടുത്തോളം സാറിന് ഒരുപാട് പേരുണ്ടായിരുന്നു ലിസ്റ്റിൽ, ഒത്തിരി പേരുടെ ഓപ്ഷനിൽ നിന്നാണ് എന്നെ ചൂസ് ചെയ്തതെന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത്രയും പേരിൽ നിന്ന് ഒരാളായിട്ട് ചൂസ് ചെയ്ത് എടുത്തത് തന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. കാര്യം അത് ഇച്ചിരി സ്ട്രോങ് ക്യാരക്ടറുമാണ്, മാത്രമല്ല ക്യാരക്ടർ ചെയ്യാൻ അത്രയും ഒരു ഇത് വേണം. അത് ഇവര് ടീം ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് അപ്പൊ നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒരു ക്യാരക്ടർ ഓക്കെ ആവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാമറ, അപ്പൊ DOP ആണെങ്കിലും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ ആണെങ്കിലും ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ട്. ഇവര് തരുന്ന റിയാക്ഷനിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതൊരു വലിയ ഘടകമായിരുന്നു ഈ വർക്കില്. വ്യക്തിയെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ കിട്ടിയതല്ല, ഞങ്ങൾ തേടി ചെന്നതാണ്. ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് നിളയിലോട്ട് ഞങ്ങൾ പോവുകയായിരുന്നു. എന്താ പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ? ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാല്, ഒരു 4ാം ക്ലാസ്സുകാരനെ ഒരു കണക്ക് അധ്യാപിക ഒരു സ്പോർട്സ് ഡേയില് ഒരു നാടകം അഭിനയിക്കാനായിട്ട് വിളിക്കാം. ആശങ്കയോട് കൂടിയാണ് ടീച്ചറിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്റെ നാടക അഭിനയത്തിന്റെ ആദ്യത്തെ പ്രേക്ഷക നിരൂപക എന്റെ അമ്മയായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനമാണ് സിനിമ എന്ന മോഹം എന്നിലൂടെ എടുത്തത്. വളരെ വിദൂരത്ത് നിൽക്കുന്ന ആ സിനിമാ ലോകം ദൂരെ നിന്ന് കാണുകയും പഠിക്കുകയും ചെയ്ത് ഇപ്പോ ആ ലോകത്തിലേക്ക് കാലുവെക്കാൻ പറ്റി എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി പഴുത് എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ജനുവരി മാസം തിയേറ്ററിലോട്ട് റിലീസ് ചെയ്യുന്ന ആ ദിവസവും സ്വപ്നം ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ രജനും ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, മൂവി ഇങ്ങനെ കാത്തിരുന്നു ഒരു സിനിമ ചെയ്യാൻ, അങ്ങനെ ഒരു കിട്ടിയൊരു വേഷം. അപ്പൊ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. ഒറ്റ വാക്കില് പറയുന്നത് പെട്ടെന്നൊക്കെ പറഞ്ഞ് നിർത്തുവാണ്, ഒത്തിരി സംസാരിക്കില്ല. അതിന് മതി. ചില സമയങ്ങളിലൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുള്ള ഡയലോഗുകളും ഡെലിവറി ചെയ്യും. പക്ഷെ അത് ആ ഒരു സിറ്റുവേഷൻ കിട്ടണേ. ഇപ്പൊ പഴുതെന്ന് പറയുന്ന മൂവിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ബ്രേക്ക് ദി ലോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അപ്പൊ കഥ എഴുതിയതും സാർ തന്നെയായിരുന്നു? സ്ക്രിപ്റ്റും എല്ലാം. അപ്പൊ ഈ നമ്മളിപ്പോ ഇൻവെസ്റ്റിഗേഷൻ എഴുതുമ്പോ അതിൻ്റെതായ കുറെ എക്സ്പീരിയൻസും ഒരുപാട് കഥകൾ കേൾക്കും വേണം. അപ്പൊ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ജേർണി? ആദ്യം ഞങ്ങൾ ഒരു ബേസിക് ത്രെഡ്, ആദ്യത്തെ ഒരു മീറ്റിംഗിൽ പല പല കഥകൾ പറഞ്ഞു. അപ്പൊ നമുക്ക് പെട്ടെന്ന് പ്രോജക്റ്റ് ഓൺ ചെയ്യണം. രജൻകൃഷ്ണയുടെ ആവശ്യം അതാണ്, പെട്ടെന്ന് പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു പറഞ്ഞില്ലേ, ഒരുപാട് വർഷം കാത്തിരുന്നുകൊണ്ടായിരിക്കാം. അത് മാത്രല്ല ഇങ്ങനെ സൈലന്റ് ആയിരിക്കുന്ന ഒരാളാണ് ഇത്ര ആക്റ്റീവ് അപ്പോ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ത്രെഡും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ത്രെഡ് എന്ന നിലയിൽ ഈ കഥ ഇന്ന് കാണുന്ന രൂപത്തിലല്ല ഞങ്ങൾ അന്ന് ചർച്ച ചെയ്യുമ്പോൾ ഉള്ളത്. പലരുടെയും കോൺട്രിബ്യൂഷൻസ് ഇതിനകത്തുണ്ട്. ഞങ്ങളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ ഏരിയകൾ പറഞ്ഞ് ഇത് റീവർക്ക് ചെയ്താണ്.
ഈ സിനിമ ഈവൻ ഞങ്ങൾ ഒരു 3 ഷെഡ്യൂളായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സെക്കൻഡ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം സ്ക്രിപ്റ്റിൽ മാറ്റം ഉണ്ടാക്കി വലിയൊരു ട്വിസ്റ്റ് ആ കഥയ്ക്കകത്ത് വേണം. അപ്പൊ ഈവൻ എഡിറ്റിംഗ് ടേബിളിൽ പോലും കഥയ്ക്ക് മാറ്റം ഞങ്ങൾ കൊണ്ടു വന്നിട്ടുണ്ട്. ഇപ്പോ ലോക്ക്ഡ് ആണ്. അതെ പറഞ്ഞാല് ബ്രേക്ക് ദി ലോക്ക് അങ്ങനെ രീതിയിൽ. ഓക്കെ, അപ്പൊ എവിടെയായിരുന്നു ലൊക്കേഷനും? വിതുര, എല്ലാം ട്രിവാൻഡ്രം ലിമിറ്റഡ് ലൊക്കേഷൻ ആണ്. എല്ലാവരും വീടും ട്രിവാൻഡ്രം? ഞാൻ ട്രിവാൻഡ്രം ആണ്. അല്ല, ഞാൻ കൊല്ലത്താണ്. ഓക്കെ. പക്ഷെ ഈ സിനിമയില് ട്രിവാൻഡ്രം മുതൽ കണ്ണൂർ വരെയുള്ള ആൾക്കാരുണ്ട്. ഉണ്ട്. അപ്പൊ ഇങ്ങനെ നീണ്ടു നിൽക്കാണ്. അപ്പൊ ബാക്കി കാസ്റ്റുകളിലും എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്തത്? ഇപ്പൊ ഹീറോയിനും നമ്മൾ പറഞ്ഞു എങ്ങനെ വന്നേന്ന്. കൂടുതലും ഞങ്ങളെല്ലാം ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ നമുക്ക് അഡീഷണൽ ആൾക്കാരെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളിന്റെ കെയർ ഓഫില് ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച ആൾക്കാരെ കണ്ടെത്തുകയായിരുന്നു. ഒരു ക്യാരക്ടർ ഇപ്പോൾ ഞങ്ങൾ ഈവൻ ഒരു പ്രത്യേക ക്യാരക്ടറും ഞങ്ങൾ ഒരാളെ കാസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്കിന്റെ അടുത്ത് പ്രോപ്പറായിട്ട് വരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഒരു പുതിയ കാസ്റ്റിനെ അവിടെ കൊണ്ടുവരികയും ആ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുകയും ചെയ്തു. നിങ്ങൾ സിനിമ കാണുമ്പോൾ പറയാം, നമുക്ക് സിനിമ ഇറങ്ങിയ ശേഷമുള്ള ഇന്റർവ്യൂവിൽ അതിന്റെ ഡീറ്റെയിൽ ഞാൻ തരാം. അപ്പൊ ഈ പഴുതെന്ന് പറഞ്ഞ സിനിമ കഥ കേട്ടപ്പോ എന്തായിരുന്നു നിങ്ങളുടെ ഒരു റിയാക്ഷൻ? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റോറിയിൽ ഇടയ്ക്ക് വെച്ച്. അപ്പൊ ആദ്യം കേട്ടപ്പോ ഓക്കെ, എനിക്ക് സ്റ്റോറി ഇഷ്ടപ്പെടും. ഞാൻ പൊതുവെ ഭയങ്കരമായിട്ട് സ്റ്റോറി സിനിമകൾ കണ്ട് അനലൈസ് ചെയ്ത് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ പൊതുവെ സ്ക്രിപ്റ്റിനേക്കാൾ കൂടുതൽ ഞാൻ സ്റ്റോറീസും ഷോർട്ട് സ്റ്റോറീസും നോവൽ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം ആ ഒരു മേഖലയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ സ്റ്റോറീസ് കുറച്ചുകൂടി നോക്കും. അപ്പം എനിക്ക് കഥ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഓക്കെ കൊള്ളാം, സംഭവം പുതിയൊരു തീമാണ്, ഇതുവരെ ഞാൻ അധികം കേട്ടിട്ടില്ലാത്ത തീംസിൽ വന്നിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല പുതുതായിട്ടൊരു വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ റോളും നല്ല റോളായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിൽ കുറച്ച് പാട്ടുകൾ ചിലപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഇത് എനിക്ക് പറ്റുമോ ഇല്ലേ എന്നങ്ങനെ. അപ്പൊ ഈ സാറിന് ചോദിച്ചു, സാർ ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ, ഇതിങ്ങനെ ആവോ എന്ന് ചോദിച്ചപ്പോ സാർ ഒരു കുഴപ്പമില്ല ചെയ്തോ, വന്നോളൂ, അത് വന്നോളൂ, ഞാൻ നോക്കിക്കോളാം, വന്നോളൂ, ഈ ഒരു ഇതിലായിരുന്നു വന്നത്. അപ്പോ എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോ എനിക്ക് സ്റ്റോറി ഇൻട്രസ്റ്റ് തോന്നിയത് ഒന്ന്, ഇതൊരു ത്രില്ലിങ് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന സാധനം ഉണ്ട് അതിനകത്ത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കി വരുമ്പോഴേക്കും അതിന്റെ ചേഞ്ചസ് നമ്മൾ തന്നെ കൊണ്ടുപോകാൻ. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ ഇതുവരെയും കണ്ടില്ല ഫുള്ള്, ഞാൻ ഡബിങ്ങിന്റെ സമയത്ത് മാത്രമേ ആ ഒരു കണ്ടുള്ളൂ, ബാലൻസ് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, രചന എന്താ തോന്നിയ കഥ കേട്ടപ്പോ? ഭയങ്കര ഇംപ്രഷൻ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നില്ല. കാരണം ഈ കഥ കേട്ടപ്പോ ഉണ്ടായിരുന്ന ഒരു ഫീലും അത് എങ്ങനെയായിരുന്നു? കഥ കേട്ടപ്പോ വളരെ നല്ലൊരു കഥയായിട്ട് തോന്നി. അത് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു തോന്നി. അങ്ങനെയാണ് ഞാൻ ഏറ്റെടുത്തത്. അപ്പൊ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ന പോലെ മാറ്റം? വലിയ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റാലിൻ സാറ് പറഞ്ഞിരുന്നു, നമ്മളത് കണക്ക് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നല്ല അനുസരണമുള്ള 2 കുട്ടികളായിരുന്നു. അതിന്റെ അടുത്ത് വണ്ണം കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പരിപാടിയായിരുന്നു. ഇപ്പൊ ഇരിക്കുന്നല്ല, കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സിനിമയും ഇങ്ങനെ റിലീസിന് ജനുവരിയില് വരാൻ പോവാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഷോർട്ട്, പുതിയ ആൾക്കാരാണ് ഞങ്ങളെങ്കിലും ഞങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഷോർട്ട്, വാട്ട് ഈസ് നെക്സ്റ്റ്, ഹു ഈസ് ദാറ്റ്, ഈ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് പ്രേക്ഷകർ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പറയുകയും ചെയ്യും. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു അഷ്വറൻസ്. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, നമ്മൾ പൊതുവെ ഇൻവെസ്റ്റിഗേഷൻ പടത്തിൽ ഏറ്റവും ഇപ്പൊ കുറെ ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളും കണ്ട ആൾക്കാർ ശീലിച്ചോണ്ട് പെട്ടെന്ന് ഗസ് ചെയ്യും, ഓക്കെ ഇന്ന ആളാണ് കില്ലർ, ഇന്നതുപോലെ ഇരിക്കും കഥ, അങ്ങനെ ഗസ് ചെയ്യും. അപ്പൊ പലപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ പടം ഇറങ്ങുമ്പോ റൈറ്റേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ഫേസ് ചെയ്യുന്ന ചാലഞ്ച് അതാണ്, ആൾക്കാർക്ക് കിട്ടരുത് ഗസ് ചെയ്തൊരാള്. അങ്ങനെ തീർച്ചയായും പ്രത്യേക ശ്രദ്ധ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്നത് ആദ്യം കഥ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ല, പെട്ടെന്ന് ആളെ കിട്ടും എന്നുള്ളത്. അപ്പൊ കിട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം? അതാണ് കൂട്ടായ ചർച്ചയിലൂടെ ഞങ്ങൾ അപ്പൊ എന്ന നിലയ്ക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട് മെയിനും സപ്പോർട്ട് ചെയ്യുക, അതാണ് മെയിൻ. ഫസ്റ്റ് നമ്മള് ഈ പറഞ്ഞ എല്ലാരും പുതിയ ആൾക്കാരാണ്,
പക്ഷെ പുതിയ ആൾക്കാരെന്ന് കരുതിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ബാക്കി കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചു പേര് കണ്ടു കഴിയുമ്പോൾ അവർക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇച്ചിരി കൊള്ളാം, ഓക്കെ ആണ്, ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് തോന്നുന്ന ഒരു ഫിലിമാണ്. അപ്പൊ ആ ഒരു അഷുറൻസ് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞതൊക്കെ ഫുള്ള് കാണാത്തത് കൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും എനിക്കറിയാൻ ചെയ്തതനുസരിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുക, നമുക്ക് മാക്സിമം നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കുക. അത് തന്നെയാണ് മെയിൻ ആയിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് മാക്സിമം നമ്മൾ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അടുത്ത പടത്തിൽ ഇവൻ ഇത്രേ ഉള്ളെന്ന് വിചാരിച്ചാലോ, അതുകൊണ്ട് മിനിമമാണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് ഞാൻ പറയും. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. അതേട്ടാ, ഞാൻ ഇങ്ങനെ ഒരാള് പറയാനിരിക്കുന്നത്. ഇനിയും വരാനുണ്ട്. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ എന്ന് പറയത്തില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഒരു കടലാണ്, ഒരു തുള്ളിയെ തന്നിട്ടുള്ളൂ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പഴുത് എന്നുള്ള പേര് എങ്ങനെ വന്നു, അല്ലെങ്കിൽ വൈ ആ ഒരു ടൈറ്റിൽ? സിനിമയുടെ തുടക്കത്തില് ടൈറ്റിൽ ഇല്ലായിരുന്നു. കഥയുടെ ഡെവലപ്മെന്റിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. അത് കഥയിൽ ഒരു ഇൻസിഡന്റില് ഒരു രഹസ്യം റിവീൽ ചെയ്യുന്നത് ഒരു പഴുതിലൂടെയാണ്. ആ പേര്, ആ പഴുതുന്ന ആക്ച്വൽ മെറ്റീരിയൽ ആണ് നമ്മുടെ മനസ്സിനകത്ത് ആദ്യം വരുന്നത്. പക്ഷെ ഈ വാക്കിന്റെ അർത്ഥം സിനിമയ്ക്ക് സ്യൂട്ട് ആകും എന്നുള്ളത് ആ സ്റ്റോറി ഡെവലപ്മെന്റിലാണ് കിട്ടിയത്. അപ്പം സ്റ്റോറിയിലെ ഒരു മെറ്റീരിയൽ, വേർഡിന്റെ മീനിങ്ങിന്റെ ഡെപ്ത് ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പേര്. ആദ്യമേ എല്ലാരും പറഞ്ഞത് നല്ലൊരു പേരാണ്, സ്യൂട്ടബിൾ നെയിം എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ആ തുടക്കമേ ആ പേരിൽ തന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിയാ, ഒരു പഴുത് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും എന്നറിയാൻ ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമായിട്ട് തന്നെ ആശംസിക്കുന്നു. നിങ്ങളും പുതിയ പുതിയ വർക്ക്സ് നേരത്തെ പറഞ്ഞ പോലെ അടുത്ത പടത്തിലൂടെ മാക്സിമം അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലില് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.